വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അനുഗ്രഹീതമായ ഈ സദസ്സിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട ഖദീജ നർഗീസ്, ഹൃദ്യവും മനോഹരവുമായ ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രൊഫസർ ഇർഫാനി റഹീം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സരസമായ രൂപത്തിൽ നമ്മളുടെ മുമ്പിൽ ക്ലാസ് എടുത്തു തന്ന മേരി മെറ്റിൽഡ, വേദിയിൽ ഉപവിഷ്ടരായ സഹപ്രവർത്തകരായ MGMൻ്റെ കരുത്തരായ നേതാക്കളെ, കർമ്മോത്സുകരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ലോകം മുഴുവനുമുള്ള സംഘടനകളും വേദികളുമൊക്കെ സ്ത്രീ പക്ഷ സമീപത്തു നിന്നുകൊണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെക്കുറിച്ച് പ്രതിപാദിക്കാത്ത ഒരു ചർച്ചാ ക്ലാസ്സോ ഒരു സെമിനാറുകളോ നമ്മളുടെ മുമ്പിൽ കടന്നു പോകുന്നില്ല. പക്ഷേ ഇതൊക്കെ ചെന്നെത്തുന്നത് മുസ്ലിം സഹോദരിമാരിലേക്കാണ്. പലപ്പോഴും മുസ്ലിം സഹോദരിമാർക്ക് സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ച്, മുസ്ലിം സഹോദരിമാർക്ക് സ്വത്തവകാശമില്ലാത്തതിനെക്കുറിച്ച്, ഇന്നും പർദ്ദക്കും മഫ്തക്കുമുള്ളിൽ ഒതുങ്ങി പിടിച്ച അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ ബന്ധിപ്പിക്കപ്പെട്ട മുസ്ലിം സഹോദരിമാർ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറം ലോകത്തേക്ക് എത്തിക്കണമെങ്കിൽ ഇന്ന് 21ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്തു വെച്ച നമ്മൾക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ അത് മക്കയിലെ കാട്ടറബികൾക്ക് ഇറങ്ങിയതാണ് എന്നും അതൊരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ലെങ്കിൽ ഇനിയും മുസ്ലിം സഹോദരിമാർക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ ജൽപ്പിച്ച് നടക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വേണ്ടി മാതൃക കാണിച്ചുകൊണ്ട്, ഒരു നിയമത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട്, ഒരു നാട്ടിൽ മാത്രമല്ല ലോകം അവസാനിക്കുന്നത് വരെയുള്ള ജനതയ്ക്ക് വേണ്ടി ഒരു നിയമസംഹിത നമ്മളുടെ മുമ്പിലേക്ക് ഇട്ടു തന്നുകൊണ്ട് നമ്മളോട് വിട പറഞ്ഞു പോയത് ആ മാസത്തിലൂടെയാണ് നമ്മൾ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അന്ന് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അന്ന് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന യാതനകളെക്കുറിച്ചും ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ നമ്മളുടെ ഹൃദയത്തെ പിടിച്ചുകുലുക്കുന്ന രൂപത്തിൽ അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുക എന്നുള്ള ഒരു സംവിധാനം മാത്രമായിരുന്നില്ല. ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഇദ്ദയിരിക്കുന്ന ഒരു സമ്പ്രദായം നമ്മളൊക്കെ തന്നെ അനുചരിച്ചു പോരുന്നതാണ്. ആ ഇദ്ദയിരിക്കുന്നത് 4 മാസവും 10 ദിവസവുമാണ് ഇന്ന് നമ്മൾ ഇദ്ദയിരിക്കുന്നത് എങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു വർഷമായിരുന്നു ഇദ്ദയിരുന്നിരുന്നത്. ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ ഇദ്ദയിരിക്കുന്ന ആ രംഗം, അവർക്ക് സ്വന്തം ഭർത്താവ് മരിച്ചാൽ വീട്ടിൻ്റെ അകത്തളത്തിൽ ഇദ്ദയിരിക്കുന്നതിന് പകരം തൊട്ടപ്പുറത്ത് ഒട്ടകത്തെ കെട്ടുന്ന ഒരു തൊഴുത്തിൻ്റെ അരികിലേക്ക് സ്ത്രീയെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവിടെ വെച്ച് അവർ ഒരു കൊല്ലക്കാലം ജീവിക്കുന്ന യാതനാകരമായ അവസ്ഥയൊക്കെ വിശദീകരിച്ചാൽ നമ്മൾക്ക് നേരം വെളുക്കുന്നത് വരെ പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്ന കനത്ത ഭാരത്തെയും അടിമത്ത ചങ്ങലകളെയും ഞാൻ ഇറക്കി വെക്കും എന്ന വിപ്ലവാത്മകരമായ പ്രഖ്യാപനവുമായി രംഗപ്രവേശനം ചെയ്ത ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾക്കാർക്കും തന്നെ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മാതാക്കളുടെ കാൽക്കുകീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞ് ഉമ്മമാരുടെ പദവി ഉയർത്തി കാണിച്ചു തന്ന ഇസ്ലാം, നിങ്ങളിൽ ആർക്കെങ്കിലും 3 പെൺകുട്ടികൾ ഉണ്ടായി അവരെ മാന്യമായി നിങ്ങൾ വളർത്തി അവർക്ക് ഭക്ഷണം കൊടുത്തു വിദ്യാഭ്യാസം നൽകി സംസ്കാര സമ്പന്നരാക്കി പ്രായപൂർത്തിയാകുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതാ ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ സഹോദരിമാരുടെ സ്ഥാനം ഉയർത്തിയെ കാണിച്ചു തന്നു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യമാരുടെ പദവി ഉയർത്തി കാണിച്ചു തന്നു. ഇതൊക്കെ നമ്മൾക്ക് ഒരു ഭാഗത്ത് കാണിച്ചു തരുമ്പോൾ
ആ സമയത്ത് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച യാതനകളും വേദനകളും എത്രത്തോളമായിരുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം. സ്വന്തം പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നതിന് വേണ്ടി മക്കയിലെ താഴ്വരയിലേക്ക് കൊണ്ടുവന്ന് അവിടെ സ്വന്തം പെൺകുട്ടികളെ കുഴിച്ചു മൂടി അവിടെ ഞങ്ങൾ ആ കൃത്യം നിർവഹിച്ചു എന്ന് പറഞ്ഞ് ചാരിതാർത്ഥ്യത്തോടുകൂടി കഅബയെ പ്രദക്ഷിണം ചെയ്യുന്ന അന്നത്തെ മക്ക മുശ്രിക്കീങ്ങൾ ഒരു ഭാഗത്ത്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രബോധനവുമായി രംഗത്ത് വന്നു എന്നുള്ളതിന്റെ ഒറ്റ കാരണം കൊണ്ട് ഏകദൈവത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് നാടുകടത്തുന്നതിന് വേണ്ടി രാവും പകലുമില്ലാതെ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മക്ക മുശ്രിക്കീങ്ങളായ ആളുകൾ മറ്റൊരു ഭാഗത്ത്. എവിടെ പ്രവാചകനുണ്ടോ ആ പ്രവാചകനെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ പ്രവാചകനെ കൊന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായിട്ട് മഹാനായ പ്രവാചകനെ കൊല്ലുന്നതിന് വേണ്ടി കടന്നു വരുന്ന മറ്റ് ഒരു വിഭാഗം ആളുകൾ അപ്പുറത്ത്. ഇതിനൊക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് അവതരിപ്പിച്ചു തരുന്നതിന് വേണ്ടി, നമ്മൾക്ക് അത് പകർന്നു തരുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് കഷ്ടപ്പെടുന്ന പ്രവാചകനും അനുയായികളും. അവിടെയാണ് നമ്മൾ കാണുന്നത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഹിജ്റ പോകാൻ തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പച്ചില ഭക്ഷിച്ചുകൊണ്ടും എവിടെ എന്തെങ്കിലും കിട്ടുന്ന പച്ചില ഭക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ എവിടെ എന്തെങ്കിലും കിട്ടുന്ന പച്ചവെള്ളം കുടിച്ചുകൊണ്ട് നാട്ടുകാരാലും വീട്ടുകാരാലും ബഹിഷ്കരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ തോയിഫിലേക്ക് ഹിജ്റ പോകുന്ന രംഗവും നമ്മൾക്കറിയാം. അവിടെ ചെന്നാലെങ്കിലും എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർ എനിക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവിടേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് പ്രവാചകന്റെ സംസാരം കേട്ടുകൊണ്ട് പ്രവാചകൻ സത്യമതത്തിലേക്ക് ജനങ്ങളെ ആഹ്വാനം ചെയ്യുമ്പോൾ ആ ആഹ്വാനം ചെയ്യുന്ന പ്രബോധന ശൈലി കേട്ടിട്ട് അവിടെ നിന്ന് തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടുകൊണ്ട് പ്രവാചകനെ ആട്ടിയോടിക്കുകയാണ്. അവിടെ നിന്ന് കല്ലെറിഞ്ഞാട്ടുന്ന സമയത്ത് പ്രവാചകൻ പ്രാർത്ഥിക്കുമെന്ന് അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ഖൗമി വഹും ലാ യഅലമൂൻ എന്ന്, പടച്ച തമ്പുരാനെ നീ അവർക്ക് പുറത്തു കൊടുക്കണം, അവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുകയാണ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചു പോരുന്ന പ്രവാചകൻ അവിടെ നിന്ന് നാടും വീടും ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് നമ്മൾക്കറിയാം. സൗർ എന്ന ഗുഹയിൽ പോയി ഒളിച്ചിരുന്നതും ആ പ്രാന്തപ്രദേശത്തുകൂടി ദിവസങ്ങളോളം ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് മദീനയിലേക്ക് എത്തിയതും ആ മദീനയിലെത്തുമ്പോൾ അവർ സ്വീകരിച്ചതും ഒക്കെ തന്നെ നമ്മൾക്കറിയാം. അതിനപ്പുറത്തേക്ക് ആ പ്രവാചകൻ അത്തരത്തിൽ യാതനകൾ സഹിച്ചുകൊണ്ട് മദീന ജീവിതം നയിക്കുമ്പോഴാണ് പ്രവാചകന്റെ അന്ത്യനിമിഷത്തിൽ പനി ബാധിച്ചുകൊണ്ട് കിടക്കുന്ന ആ നിമിഷത്തിൽ തൻ്റെ മുമ്പിൽ മരണം ഇനി മാത്രമാണ് തൻ്റെ മുമ്പിൽ ബാക്കി എന്ന് വിചാരിച്ചുകൊണ്ട് മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്തും ആ ഐഷ ബീവിയുടെ മാറത്തേക്ക് തലചായ്ച്ചുകൊണ്ട് അവിടെ വെച്ച് പറയുന്നത് എൻ്റെ മരണത്തെ ആഘോഷമാക്കി മാറ്റരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി വീഴുമ്പോഴും ഈ സമുദായത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ മരണത്തിനും ഒരു സക്കറാത്തുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് ജീവിതത്തിലുടനീളം മാതൃകകൾ കാണിച്ചു തന്നു. നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടി നേരത്തെ എല്ലാവരും സംസാരിച്ചതുപോലെ സ്ത്രീകളുടെ നിലനിൽപ്പിന് വേണ്ടി ആഹോരാത്രം പണിപ്പെട്ടുകൊണ്ട് കുഴിച്ചു മൂടപ്പെട്ട ഒരു സമുദായത്തിൽ നിന്ന് അവർ ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ അനുവാദം നൽകിയ മഹാനായ പ്രവാചകൻ, ആ പ്രവാചകൻ നമ്മൾക്ക് മാതൃക കാണിച്ചു തന്ന പരിശുദ്ധ ഖുർആൻ, ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ പിറന്ന ഞാനും നിങ്ങളുമടക്കമുള്ള നമ്മളുടെ സഹോദരിമാർ നമ്മൾ നീങ്ങുന്ന ഇന്ന് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ ഒരവസ്ഥ പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം എന്ന് നമ്മളോട് പറയുമ്പോൾ അവരോട് ചേ എന്നുള്ള ഒരു വാക്ക് പോലും ഉച്ചരിക്കരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ വഖലാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് നമ്മളൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വന്തം മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുക്കേണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, കാരുണ്യത്തിന്റെ തണലിന് അവർക്കുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ ഓച്ചിറ പള്ളിക്ക് മുമ്പിലും ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിലും തൊട്ടടുത്ത് കാണുന്ന ബസ് സ്റ്റോപ്പിലും സ്വന്തം മാതാക്കളെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് തിരിച്ചു പോരുമ്പോൾ തൻ്റെ മകനെ കാണുന്നതിന് വേണ്ടി, തൻ്റെ മകളെ കാണുന്നതിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാണിക്കയിടാൻ പോയെടുത്ത് ഓച്ചിറ പള്ളിക്ക് മുമ്പിൽ നിർത്തിയിട്ട് ഇശാ നമസ്കാരവും കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഈ സ്ത്രീ ഒറ്റയ്ക്കിരിക്കുന്നത് കാണുമ്പോൾ എവിടെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മകൻ ഇരുത്തിയിട്ട് പോയതാണ് എന്ന് പറയുമ്പോൾ സ്വന്തം മകന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന സ്വന്തം ഉമ്മയെപ്പോലും നാണം കെടുത്തുന്ന രൂപത്തിൽ
നമ്മളുടെ മക്കൾക്ക് ഇന്ന് നമ്മളെ വേണ്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. സ്വന്തം ആരോട് നമ്മളുടെ സങ്കടം പറയും, ആരോട് നമ്മൾക്ക് പറയാനുണ്ട് എന്ന് പോലും നമ്മൾക്കറിയില്ല. നമ്മളുടെ സ്വന്തം സഹോദരങ്ങളോട് നമ്മളുടെ പ്രയാസങ്ങൾ പറയാമെന്ന് വെച്ചാൽ ആ സ്വന്തം സഹോദരങ്ങളാണ് നമ്മളുടെ പെൺകുട്ടികളുടെ നഗ്നമായ ഫോട്ടോ കുളിമുറിയിൽ കയറി, നമ്മളുടെ പെൺകുട്ടികൾ കുളിക്കാനിരിക്കുമ്പോൾ നഗ്നമായ ഫോട്ടോ ക്യാമറയിൽ പകർത്തി ഒപ്പം ഇരിക്കുന്ന കുട്ടികൾക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുന്നത്. നമ്മളുടെ സ്വന്തം ഉപ്പമാരോട് നമ്മളുടെ സങ്കടം പറയാമെന്ന് വിചാരിക്കുമ്പോൾ സ്വന്തം പെൺകുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ സ്വന്തം ഉപ്പക്ക് താൻ ജന്മം നൽകിയ മകളാണ് എന്ന് പോലുള്ള ബോധമില്ലാതെ സ്വന്തം മക്കളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ പരിപാടി നടക്കുന്നതിന്റെ തൊട്ടപ്പുറത്തേക്ക് നമ്മളൊന്ന് കണ്ണെത്തിച്ചു നോക്കിയാൽ 3 മാസം പ്രായമായ കുട്ടിയെ മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് സ്വന്തം ഉപ്പയുടെ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് 3 മാസം പ്രായമായ കുട്ടിയെ മാറോട് അടുക്കി പിടിച്ചിരിക്കുന്ന 14 വയസ്സ് പ്രായമായ പെൺകുട്ടിയുടെ ചിത്രം നമ്മൾക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ സ്വന്തം അച്ഛനെ കുത്തിക്കൊല്ലുന്ന മക്കൾ ഒരു ഭാഗത്താണെങ്കിൽ ഭൂമി വിറ്റതിന്റെ കമ്മീഷൻ കിട്ടാത്തതിന്റെ പേരിൽ സ്വന്തം അച്ഛനെ വെട്ടിക്കൊല്ലുന്ന മക്കൾ ഞാനും നിങ്ങളും താമസിക്കുന്ന നാട്ടിലാണ്. പക്ഷേ എനിക്ക് എൻ്റെ MGMന്റെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരായ സഹോദരിമാരോട് ആഹ്വാനം ചെയ്യാനുള്ളതും നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശവും, ഇന്ന് ഏറ്റവും മോശമായ രൂപത്തിൽ അധാർമികതയിലേക്ക് കൂപ്പുകുത്തി വീണുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുക്കടലിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ സാമൂഹ്യ പ്രതിബദ്ധത നഷ്ടപ്പെട്ടുകൊണ്ട് സ്വന്തത്തെയും ബന്ധത്തെയും തിരിച്ചറിയാതെ നമ്മളുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ ആർജിച്ചെടുത്ത ആർജവവും അതുപോലെ തന്നെ നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസവും ഒക്കെ തന്നെ നമ്മളുടെ സമൂഹത്തിലെ നമ്മളുടെ സഹോദരിമാർക്ക് നേർമാർഗത്തിലേക്ക് നേരായ ദിശയിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നേരായ ദിശ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമയവും സൗകര്യവും നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ഇന്ന് നമ്മളുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന ഇത്രയും മോശമായ പ്രവണതയിലൂടെ നമ്മളുടെ കുടുംബം നീങ്ങുമ്പോൾ, നമ്മളുടെ സഹോദരിമാർ നീങ്ങുമ്പോൾ, നമ്മളുടെ അയൽവാസികൾ നീങ്ങുമ്പോൾ അതിൽ നിന്ന് വേറിട്ട ഒരു കാഴ്ചയായി നിന്നുകൊണ്ട് വ്യതിരിക്തതയോടുകൂടി ഈ സമൂഹത്തിനെ നന്നായി കാണുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ സർവശക്തനായ നാഥൻ നമ്മൾക്കേവർക്കും പ്രചോദനം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നമ്മളുടെ SIER വിചാര വിജ്ഞാന പരീക്ഷാ ഫലം അതിൻ്റെ അവാർഡ് ദാനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നെ ക്ഷണിച്ചത്. തുടർന്ന് അങ്ങോട്ടും നല്ലതായ രൂപത്തിൽ നമ്മളുടെ വിജ്ഞാന പരീക്ഷകളിലൊക്കെ തന്നെ ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകളിലടക്കം നമ്മളുടെ കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് ഒരു കാലത്ത് നമ്മൾക്ക് പഠിക്കാൻ കഴിയാത്തത് ഇന്ന് പഠിച്ചുകൊണ്ട് മുന്നേറാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എല്ലാവർക്കും ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ അംബിയ മുർസലീങ്ങൾക്കൊപ്പം ഒരുമിച്ച് കൂടാൻ പടച്ചതമ്പുരാൻ നമ്മൾക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ നിറഞ്ഞ മനസ്സിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ അവാർഡ് ദാനം നൽകിയതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.